ഇതിപ്പോ ഞാൻ പ്രായമായി പുള്ളിക്കാരൻ അതേ ലെവലിൽ തന്നെ നിൽക്കുന്നു. എന്താണെന്ന് അറിയാൻ പാടില്ല മായം. എന്നും അതുപോലെ തന്നെ നിലനിൽക്കട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥന. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് മമ്മൂക്ക. അത് ഇന്നും എന്നും കൂടെ ഉണ്ടാവണം. പുള്ളി ആ ലെവലിൽ തന്നെ നിൽക്കണം. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മമ്മൂക്കാൻ്റെ നിന്ന് അതിനേക്കാൾ വലിയ ലെവലിലാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിനേക്കാളും നല്ല ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് പുള്ളി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് തീർച്ചയായിട്ടും ഒരു രണ്ടാം ഭാഗം പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടി. തീർച്ചയായിട്ടും താങ്ക് യു. ഇഷ്ടപ്പെട്ടോ? 4K ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഷായ് സാറിന് വരാൻ പറ്റില്ല, അതൊരു ഭയങ്കര മ്യൂസിക്കായിരുന്നു. പിന്നെ രഞ്ജിത്തായിട്ട് കുറച്ചും കണ്ട രഞ്ജിത്തായിട്ട് എല്ലാം അവരോടൊക്കെ വേണമായിരുന്നു. എന്നാലും നമുക്ക് നല്ലൊരു അനുഭവമാണ്. 24 വർഷത്തിന് ശേഷം നമുക്ക് വീണ്ടും എല്ലാവർക്കും നമുക്ക് ഒന്ന് തമ്മിൽ കാണാനും എല്ലാം ഒരു ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. നന്ദി. സത്യം പറയട്ടെ, ഞാൻ ആദ്യത്തെ പ്രാവശ്യം വലിയേട്ടൻ കാണും. ഞാൻ TV യിൽ അവനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കണ്ടു. പക്ഷേ എനിക്ക് പുതിയ മൂവിയായിട്ടാണ് തോന്നുന്നത്. ടു ബി വെരി ഫ്രാങ്ക്, ഫ്രഷ് അല്ലേ? ഇത് പണ്ട് കണ്ടിട്ടുണ്ടോ? അതിൽ ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം. ഓരോ സീൻ കാണുമ്പോഴും ഓരോ ഷോട്ട് കാണുമ്പോഴും ഞങ്ങൾ അന്ന് ഞങ്ങൾ എടുത്ത എഫേർട്ടുകളാണ്. അത് ഭയങ്കരമായിട്ട് എനിക്ക് റീകണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് നല്ല സന്തോഷം, വളരെ സന്തോഷം. ആ തിയേറ്ററിൽ തന്നെ കാണണം, തിയേറ്ററിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാണണം. അപ്പോൾ ഏറ്റവും വളരെ സന്തോഷം. നമുക്ക് ഇപ്പോൾ ഇതിവിടെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ വലിയേറ്റം പഴയ വലിയേറ്റനാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴും ആ ഫയർ ഇപ്പോഴും ഉണ്ട്.